ஹலோ மக்களே, வெல்கம் டு தி சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர் வித் மீ மை ஹஸ்பண்ட் வாசு. வணக்கம். ஓகே, ப்ரீவியஸ் பார்ட் பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கல, நான் டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ணுற போய் பாருங்க. இப்போ இந்த பாட்டுக்குள்ளே போயிடலாம். ഒക്കോണതിന്റെ മുമ്പിന്ന് ഏരണം കെട്ട വർഗങ്ങള് മനുഷ്യനോട് തൊപ്പി വരച്ചു കഴിയുമ്പോ അവിടെ ഒരു ചെസ് കളി. എന്ത് പറ്റി നിങ്ങൾക്ക്? എല്ലാം പോയി. സർക്കാരിന്റെ 5 ലക്ഷം രൂപ തൊലച്ചതിനുള്ള ശിക്ഷ കിട്ടി, സസ്പെൻഷൻ. എൻക്വയറി എന്നുള്ള പ്രഹസനം കഴിഞ്ഞാ പിന്നെ ഡിസ്മിസൽ. കിരീടം അന്വേഷിക്കാൻ പോയ തെണ്ടികളോട് ധൂർത്തടിച്ച് നടക്കുക അത്രേ. മ്യൂസിയത്തിൽ നിന്ന് കിരീടം നഷ്ടപ്പെട്ടതിന്റെയും ഇപ്പൊ ഈ 5 ലക്ഷത്തിന്റെയും സകല ഉത്തരവാദിത്വം എന്റെ തലയെ കെട്ടി വെച്ചിരിക്കുക. പക്ഷെ അവന്മാരെ ഞാൻ വിടില്ല. എന്റെ ജീവിതം തൊലച്ച അവന്മാരെ ഞാൻ കൊന്ന് കുഴിച്ചു മൂടും. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. എടീ, ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുക. കിരീടം അന്വേഷിക്കുന്നതിനിടയിൽ CID-കൾ ചത്തുപോയി എന്ന് വരുത്തണം. എന്റെ ജോലി തിരിച്ചു കിട്ടാൻ അതേ വഴിയുള്ളൂ. എന്തൊക്കെയാ പറയുന്നത്? അന്നത്തിന് നിങ്ങൾക്ക് പ്രഷറാ. അതേടി, ഈ പ്രശ്നം മാറണമെങ്കിൽ ഞാൻ അമേരിക്കയിൽ പോണം. ആരോരും അറിയാതെ അവന്മാരെ കൊന്നേച്ച് ഞാൻ തിരിച്ചു വരണം. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഒരക്ഷരം നീ മിണ്ടരുത്. നീ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ആരേലും അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ ബോംബെക്കോ മറ്റോ വല്ല കിഡ്നി ഓപ്പറേഷൻ പോയാന്ന് പറഞ്ഞേക്ക്. ഇതൊക്കെ കാര്യമായിട്ട് പറയാണോ? വേറൊരു വഴിയുമില്ല. അവറ്റകളെ കൊല്ലണം. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ തിരിച്ചു വരുന്നത് വരെ ഞാൻ എവിടെ ഉണ്ടെന്നുള്ള കാര്യം നീ അല്ലാതെ മറ്റാരും അറിയരുത്. അയാളെ കാണുന്നില്ലല്ലോ. അയാൾ അകത്തുണ്ടെന്നേ, ഇപ്പൊ വരും. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ അയാളെ കുപ്പായം പൊക്കി നോക്കുന്നു. ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്യുന്നു. നിന്റെ കയ്യിൽ ലൈറ്റ് ഉണ്ടായി കൊടുക്കാൻ. നമ്മൾ അയാളെ പിന്തുടരുന്നു, കുപ്പായം പൊക്കി നോക്കുന്നു, മുറിവുണ്ടെങ്കിൽ നമ്മൾ താങ്ക്സ് അപ്പൊ അയാൾ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വിചാരിച്ചാൽ നമ്മൾ അയാളെ എങ്ങനെ പിടിക്കും? നീയാണ് കുപ്പായം പൊക്കി നോക്കുന്നെങ്കിൽ ഞാൻ മുറിവ് നോക്കും. ഞാനാണ് കുപ്പായം മുതുകിൽ இருக்க அந்த இத வச்சு தான் கண்டுபிடிக்க முடியும். വരുന്നുണ്ട്. കമാൺ, ഗെറ്റ് റെഡി. മുഖം മൂടിയിട്ടുള്ളൂ. அது எப்படிப்பா ஒரு படம் ஃபுல்லா தப்பான கேரக்டரை சூஸ் பண்ணி இவங்க துரத்திட்டு போறாங்க. ஆனா கடைசியில வந்துட்டு பனியனை தூக்குங்க, பேண்ட்டை கழட்டாதீங்க. இது அமெரிக்கா தானே யோசிப்பாரு அவரு. லாண்ட்ரி இவங்க தான் பாது மாரிஷத்துல வந்திருக்காங்க. എങ്ങനെയുണ്ട് എന്റെ മേക്കപ്പ്? അയ്യോ, ഒരാളും തിരിച്ചറിയില്ല. അസലായിട്ടുണ്ട്. ഞാൻ എങ്ങനെയുണ്ട്? നീ സാധാരണ കാണുന്ന പോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. ഇത് തന്നെയാണോ വീട്? അതെ. എവിടെയാ കീറിയ തുണി? എവിടെ? നമ്മളിപ്പോ നീഗ്രോകളാണ്, അലക്കുകാരാണ്. വീടുകളിൽ നിന്ന് അലക്കാനുള്ള തുണി കളക്ട് ചെയ്യാൻ ഈ വണ്ടിയുമായിട്ട് വന്നിരിക്കുകയാണ്. നീ അബദ്ധമൊന്നും കാണിക്കരുത്. എന്തബദ്ധം? ഞാൻ മേനോന്റെ ഭാര്യയായിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇടക്കേറി ഒന്നും പറയരുത്. ഈ തുണിയുടെ ബാക്കി തുണി എവിടെ നിന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഒന്നാന്തരം തെളിവായി. കമാൻ. நல்ல மேக்கப் போட்டுருக்காங்க. எஸ். What do you want? We want clothes. What? We want your clothes. What do you mean? We Negroes. Clothes washing, laundry, Negroes. Shut up. I talking English. Shut your bloody mouth, I said. No washing, no clothes. Please, madam, you should help us. Give us any clothes. We will give you concession and you will get your clothes. மலையாளத்துல பேசிட்டு வர நினைக்கிறேன். We have already given to the laundry. No clothes here. Please, madam, go and check it. Let it be a torn cloth, black one, a black torn shirt inside. What the hell are you talking? He talking to English. I have seen you somewhere. Eh? No, madam. We are Negroes, see? We are original Negroes. Black Negroes. Please, madam, give us clothes. Don't you understand? We have already given the clothes to the laundry. മനസ്സിലായടാ? Okay, madam, please tell me where the laundry shop is so that we can go and collect the clothes from there. Yes. Why? Madam, somehow we want to wash your clothes. We'll do it freely because we like Indians. All Indians are our brothers and sisters. விஜயனை கண்டுபிடிச்சிட்டாங்க. Okay. கண்டுபிடிச்சிட்டாங்க. Go straight, turn right, the first one. Oh, thank you very much, madam. Come on. അപ്പൊ തോന്നി അയ്യോ മലയാളിയാണോ? எல்லாத்தையும் பேசி முடிச்சு கடைசி
ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാ, നീ മേലാണ് ഒരൊറ്റ അക്ഷരം മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ല. നീഗ്രോയാണ്. മേനോന്റെ ഷർട്ട് അതിന്റെ അകത്തുണ്ടോ എന്ന് കണ്ടുപിടിക്കുക, രക്ഷപ്പെടുക. മനസ്സിലായ? മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? രക്ഷപ്പെടുക. போடா பிஜிஎம் மாத்திட்டாங்க பாத்தியா இங்க நீக்கிற கேட்ட போட்டது. മര്യാദക്ക് May I help you? May I help you? What? Yes, this gentleman will help you. Give this man an opportunity to prove his workmanship. I don't understand. Does he need a job? Yeah, that's right. No vacancy here. Oh no, please sir. And you don't have to pay him a penny. It is free service. The laundry where he was working is closed and this gentleman was sitting idle for the past 1 week and is so sad and fed up. And you don't have to pay him any money. And you know something, sir? If you have got any torn clothes, just give it to him. He has got a marvelous way of making the clothes all right. I guess. Is it? Yeah. That's fine. Yeah, that's very fine. Give him all torn clothes and Every- no wages. அவருக்கு புரியல, பிரியா வித்துக்கிட்டு இருக்காரு அவரை. Proceed. ചെന്ന് കംപ്ലീറ്റ് കീറിയ തുണികളും പരിശോധിക്കണം. അപ്പൊ നീ ഇവിടെ കാണില്ലേ? ഞാൻ മേനോന്റെ വീട്ടിനടുത്തുള്ള മേനോന്റെ പേര് പറയില്ലേ? സോറി, ഞാൻ മേനോന്റെ വീട്ടിനടുത്തുള്ള എല്ലാ ആശുപത്രികളിലും പോയി ഒരു പരിശോധന നടത്താം. മേനോന്റെ മുതുകിന് താഴെ ഒരു മുറിവുണ്ടല്ലോ, അതിന്റെ ചികിത്സക്കായി അയാൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടന്ന് കാണുമല്ലോ. അതിന്റെ രേഖകൾ കണ്ടെത്തിയാൽ നമുക്കത് ഭയങ്കര തെളിവാണ്. അപ്പൊ ഒരു കാര്യം കൂടി ചെയ്യേ, കംപ്ലീറ്റ് മെഡിക്കൽ ഷോപ്പുകൾ ഒന്ന് ചെക്ക് ചെയ്യേ. എന്തിന്? അയാൾ മരുന്ന് വാങ്ങിച്ച തെളിവും വളരെ നല്ലതാണ്. அப்பா 2 பேரும் ஒருத்தவங்க சொல்றதை இப்பதான் கேட்டிருக்காங்க. ஆனா இவனுக்கு போட்டு அடிச்சு வேலை வாங்க போறானுங்க. அவங்க செக் பண்ணிட்டு ஓடிட போறாரு. அவருக்கு அந்த லாண்ட்ரி கொடுத்த கிளாத்திங் இருக்கான்னு செக் பண்றது மட்டும் தான் வந்திருக்காங்க. ஏன்பா கண்ட்ரி விட்டு கண்ட்ரி போய் கிழிஞ்ச சட்டையவா தேடிட்டு இருக்காங்க. அதான் யாராச்சும் எடுத்துட்டு போவாங்களா, அதை கூட அப்படியே கிழிஞ்சிருந்தாலும். இவரே எதோ ஒன்று எடுத்து கிழிக்க போறாரு. ஐயோ ஐயோ கலர் கரைய போகுது, சாயம் கரைய போகுது. What the hell's going on here, idiot? What did you do with the machine? You stupid idiot! I'll kill you! ஏன் சிரிக்கிறது? Excuse me. Yes. Could you please tell me, is there any more hospital in this area? Yeah, there's a hospital down on that corner. Where? The next street, Malay Hospital. Belair. Yes. Excuse me, madam. Yes, may I help you? Is there anybody who has got an injury on his back who is being treated here? So many people are being treated here. What's your problem? I want to know whether he is treated here for his back injury or not. Who? He's an Indian. What is his name? So many names. What? I don't know his original name, Shivadasa Menon or Paul Barber, or sometimes he may give some other names. What are you talking about? He's an Indian, Keralite. What? ഈ സ്ത്രീക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. തൊലി വെളുത്തിരുന്നാ മാത്രം പോരാ, അല്പം ബുദ്ധി വേണം. ആർക്കാ ബുദ്ധി വേണ്ടത്? വണ്ടാங்க Excuse me, മലയാളി. sister. Yes. Ask him what his problem is. I don't understand what he's saying. എന്താ problem? ഞാൻ പറയാം മോനെ. எங்க போனாலும் ஒரு ഒരു ക്വസ്റ്റ്യനിൽ മലയാളീസ് இருக்க மாதிரி இருக்காங்க. സിസ്റ്റർ എന്നെ കാര്യമായിട്ടൊന്ന് സഹായിച്ചേ പറ്റൂ. Sister അല്ല, അവൻ ഏതെങ്കിലും കാര്യത്തിനോ അന്വേഷണത്തിനോ ഒന്നും വേണ്ടിയല്ല. ഒരു ഇന്ത്യക്കാരൻ, ഒരു മലയാളി, അയാളുടെ മുതുകിന് താഴെ ഒരു മുറിവ് പറ്റി. അയാളുടെ മുറിവിന് ചികിത്സിക്കാനോ എന്തിനെങ്കിലും ഈ ആശുപത്രി വന്നിട്ടുണ്ടോ? മലയാളിയാണോ? അതെ, തനി മലയാളി. മുതുകിന് താഴെ മുറിവ് പറ്റിയ ഒരു മലയാളിയെ അവിടെ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എവിടെ? 613 ചേടാ, അവൻ ഇപ്പോഴും ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഏതാ റൂം എന്ന് പറഞ്ഞ? 613. പോൾ ബാർബറെ, ശിവദാസ മേനോനെ, നിന്റെ മുറിവ് ഇതുവരെ കരിഞ്ഞിട്ടില്ലല്ലേ? ഊക്കനൊരു തെളിവോടുകൂടി ഞാൻ നിന്നെ ஓகே പിടികൂടും. இருக்குன்னு நினைக்கிறேன். തമിഴ്നാട് CD രാംദാസിന്റെ കയ്യിൽ നിന്ന് ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. ராஸ் அவர் என்ன ஆகலல்ல. ஏன்னா மலையாளிஸ் வேற யார் இருக்காங்க நம்ம இது வரைக்கும் பார்த்ததில்ல. ஆமா. இவங்க தானே அவன் துரத்திட்டு போய் அடி வாங்கி வந்தாங்க. ஐயோ அது கால். ஐயோ இவரேவா? വെക്കടാ, വെടി വെക്കടാ, വെക്കടാ. ഓഹോ, അപ്പൊ നീയാണ് പോൾ ബാർബർ അല്ലേ? നിന്റെ അച്ഛനാണ് പോൾ ബാർബർ. ആലക്ക് കമ്പനിയിൽ അവിടെ ഇവിടെ പിടിച്ചു വെക്കി എല്ലാം കൂടി പൊട്ടിത്തെറിച്ച് പിന്നെ ഇവിടുത്തെ വെളുപ്പന്മാര് കറുപ്പന്മാര് കൂടി ഫുട്ബോൾ തട്ടുന്നത് പോലെ. ഓ, അപ്പൊ അതാണ് കാര്യം അല്ലേ?
തല്ല് കിട്ടാനിടയുള്ള സ്ഥലത്തൊക്കെ നീ എന്നെയാണല്ലോ അയക്കാൻ. വിജയ, മാതൃരാജ്യത്തിന് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. പലതും സഹിക്കേണ്ടി വരും. വേലുത്തമ്പി ദളവ, പഴശ്ശിരാജ, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങി രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തവരുടെ പിന്മുറക്കാരാണ് നമ്മൾ. അത് നീ മറക്കരുത്. ഓ, എനിക്ക് ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. എന്റെ ജീവൻ ഇവിടെ വെച്ച് പോവുകയാണെങ്കിൽ എന്റെ ഡെഡ് ബോഡി എങ്ങനെയെങ്കിലും എന്റെ ബന്ധുക്കളെടുത്ത് എത്തിക്കണം. വിജയ, നിന്റെ ഡെഡ് ബോഡി എന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. നിന്റെ ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് വരാം. ഓക്കെ? ഏയ് ആരത് വിശക്കുന്നില്ലേ? പാർവതി தானே? എനിക്ക് വേണ്ട ഉണക്കറോട്ടി. ஆமா, പിന്നെ கனெக்ஷன் இப்பதான் கிடைக்குது. ചോറും കറിയും വേണം. ഇവിടെ ചോറും കറി. എവിടുന്നെങ്കിലും കൊണ്ടുപോവാ. മരിക്കാൻ കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ അവസാനത്തെ ആഗ്രഹമാണെന്ന് കൂട്ടിക്കോളൂ. എന്തൊക്കെയാ ഈ പറയുന്നേ? അതിന് മാത്രം അപകടമൊന്നും പറ്റിയില്ലല്ലോ. എനിക്ക് ചോറും കറിയും വേണം. இதுல அடையாளமே தெரியல வாங்க. ദാ, എനിക്ക് കഴിക്കാൻ കൊണ്ടുവന്നതാ. അത് സാരമില്ല, ഞാൻ കഴിച്ചോളാം. മീനൊന്നുമില്ലേ? സോറി. പിന്നെ ഇതെങ്ങനെയാ കഴിക്കുന്നത്? മീനില്ലേ വിജയനെന്താ ജോലി? விருந்துக்கு வந்திருக்காரு. ആരോടും പറയാൻ പാടില്ല. ഭയങ്കര രഹസ്യമാണ്. രഹസ്യോ? വല്ല സ്മഗ്ലിംഗ് മറ്റാണോ? നോൺസെൻസ്. സ്മഗ്ലിംഗ് പോലും. ഞാനേ CID യാ, ഇന്ത്യൻ CID. CID-യോ? ശരി, വേണ്ട കേട്ടോ. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒത്തിരി കള്ളന്മാരെ പിടിച്ച പേരെടുത്ത ഒരു CID യാ ഞാൻ. Yes. We don't want to trouble you. The Indian CIDs are nuts for us. Where is the crown? ഏത് ഇന്ത്യൻ CID? ഏത് ക്രൗൺ? What Indian CIDs? Which crown? The CID is staying here paying guests. CIDs? Paying guests? Where the hell is the crown? മണ്ണാൻ കട്ട അവന്റെ ഒരു ക്രൗൺ. You get lost, stupid. ஐயோ, இவனுங்க ராங்கா இவனுங்க நினைச்சுக்கிட்டானுங்க. Where's the crown? Where is the crown? I don't know. We are the most wanted criminal in America. Tell the bloody CIA to not to believe them. Come on. വേദന കുറവുണ്ടോ? ഒരു കുറവുമില്ല. രാത്രി മുഴുവൻ നിലവിളിയായിരുന്നു. ഒരു മദാമ നേഴ്സ് വന്ന് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ കേട്ടോണ്ടടിച്ചു. നിങ്ങൾക്ക് രാത്രി നിന്നാലെന്താ? എന്റെ ഡ്യൂട്ടി പകലാ. அவருக்கே அடையாளம் தெரியல. സിസ്റ്ററെ, വെറുതെ വേണ്ട. സുഖമായിട്ട് പോകുമ്പോ കൈമടക്ക് തരാം. ഈശ്വരവിശ്വാസമുള്ള ആളാണോ? സ്ഥിരമായിട്ടില്ലായിരുന്നു. പല ഭാഗത്തു നിന്നും അടിയും ഇടിയും കിട്ടാൻ തുടങ്ങിയപ്പോ കുറേശ്ശെ വിശ്വാസം തുടങ്ങി. ഇപ്പൊ ഭയങ്കര വിശ്വാസിയാ. സിസ്റ്റർ ചോറ് കൊണ്ടുവന്നിട്ടില്ലേ? ഉണ്ടല്ലോ. എനിക്ക് പായസം കുടിക്കാൻ ഭയങ്കര കൊതിയാവുന്നു. അയ്യോ, കാലത്ത് എഴുന്നേറ്റ് പായസം ഉണ്ടാക്കാൻ എവിടാ നേരം? ഈ മാസം 23-ാം തീയതി എന്റെ ബർത്ത്ഡേയാ. അന്ന് വീട്ടിൽ വന്ന പായസം തരാം. എനിക്കിപ്പൊ പായസം കിട്ടണം. മിസ്റ്റർ വിജയൻ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാ. എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടായി. ദാ, അമ്പലത്തിലെ പ്രസാദാ. ഇവിടെ അമ്പലമുണ്ടോ അമേരിക്കയില്? ഉണ്ടല്ലോ. അയ്യപ്പന്റെ അമ്പലമുണ്ട്, മീനാക്ഷി ക്ഷേത്രമുണ്ട്, അങ്ങനെ 1-2 അമ്പലങ്ങളുണ്ട്. മിസ്റ്റർ വിജയൻ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാ. നിങ്ങളെനിക്ക് വലിയ ഇഷ്ടായി. இவர் வேற இங்க வந்துட்டு ஒரு பெண் குட்டியை கல்யாணம் பண்ணணும்னு சொல்லிட்டு இருக்காரு. ഫിലോമിന തൂക്കി സുമ്മാരി തൂക്കി പോട്ടാ. பேண்ட் ஷர்ட்லாம் போட்டு மாடனா இருக்காங்களே. എവിടെ ചെന്നാലും അടിയും ഇടിയും തൊഴി ഇംഗ്ലീഷുകാർ വരെ തള്ളക്ക് വിളിച്ചു തുടങ്ങി. என்னடா பாவம் பண்ணுங்கிற மாதிரி. അവനുങ്ങ വാങ്ങി വേണ്ടിട്ട് ഇവங்க വാങ്ങിട്ട് இருக்காங்கப்பா. ബാക്കിയുള്ളവർക്കും വട്ട് പിടിച്ചാലേ. അതോ ഇനി നമുക്കാണോ വട്ട്? ഈ തള്ളേ, ഈ തള്ള ഞാൻ இவங்க வேற സീരീസ് மாதிரி இப்படி எப்படியும் பார்த்துட்டு போயிட்டு இருக்காங்களா? ഇന്ന് കട മുടക്കമാണോ? ഒരുത്തം മാത്രം ഒരല്പം ജീവനോടുകൂടെ ഉണ്ട്. ഇതെന്ത് പറ്റി ചാർജേട്ടാ? നിൽക്കവിടെ. കൊല്ലം കണ്ടില്ല ഞാൻ. നീയൊക്കെ CID ആണെങ്കിൽ ഞാൻ ഒരു കേടിയാണെന്ന് കൂട്ടിക്കോ. CID ജോർജേട്ടന് പറ്റു പിടിച്ചോ? അതേടാ, ഞാനും CID ആണെന്ന് അവന്മാര് പറഞ്ഞത്. എന്റെ ഈ കൈ തല്ലി ഓടിച്ചതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാ. വിടില്ല ഞാൻ. வேலை செய்யற இடத்துல முதலாளியா? ഈ കയ്യ് നീയൊക്കെ തന്നെ തല്ലി ഓടിച്ചു. മേലിൽ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. ഇറങ്ങണവനെയിൽ മൊത്തമാ പോയിടിച്ച്. സത്യം ഉണ്ടെന്നു ഇപ്പൊ ശരിക്കും வீடு போச்சு, வேலை போச்சு. അമ്മയുടെ കത്തിലുണ്ടായിരുന്നു. ശനി തലയ്ക്ക് മീതെ നിൽക്കുകയാണ്. വളരെ സൂക്ഷിക്കണം. അത് നിന്റെ കാര്യം. എന്റെ ജാതക പ്രകാരം എനിക്കിപ്പോ വളരെ നല്ല സമയമാണ്. എന്തോന്ന് നല്ല സമയം? ആദ്യം കുടികിടപ്പ് നഷ്ടപ്പെട്ടു, പിന്നെ ശക്തമായ ദേഹോദരവും, ഇപ്പൊ ഇതാ അന്നവും തുലഞ്ഞു. എരപ്പാളി ജാതകക്കാരന്റെ കൂടെ നടക്കുന്നവനും എരന്നു പോകുന്നതായിരിക്കും ഫലം. സത്യം പറ, നീ CID ആണ്? CID നിന്റെ ഞാൻ വല്ലം വിളിച്ച് പറയേ.
പിന്നെ ഇതെന്ത് പണ്ടാരമാണെന്നാ ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി കൈയും കാലിട്ട് അടിച്ചോണ്ടിരിക്കുന്നതിന് ഇടയില ഏതായാലും ഞാൻ കേടിയില്ലെന്ന് എനിക്ക് ഉറപ്പാ. ചിലപ്പോൾ രാമദാസെന്നും വിജയനെന്നും പറഞ്ഞ് 2 സീഡികൾ കാണുമായിരിക്കും. അവന്മാരെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ കുട്ടി ഞാൻ കുടലെടുക്കും. എന്നിട്ടോ മനസ്സമാനത്തോട് ജയിലിൽ പോയി കിടക്കൂടെ. ഹലോ, ഗുഡ് മോർണിംഗ്. കൽപ്പിത കഥയിൽ ഇവനാളെ പിക്നിക്ക് വന്നേ ജാലിയെ സാപ്പിട്ട് ബെഡിൽ റെസ്റ്റ് എടുത്തിട്ട് കയറി. ഡോക്ടർ നിന്നോട് വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് നീ എന്താ പോകാതിരിക്കുന്നത്? ഞാൻ ഡോക്ടറോട് ചോദിച്ചല്ലോ, നമുക്ക് പോവാല്ലേ? എടാ പോകാമോന്ന്. നിനക്കും ഡോക്ടർക്കും അറിയില്ലല്ലോ എന്റെ വേദന. അതെന്താ ഡോക്ടർക്ക് അറിയാൻ പാടില്ലാത്തൊരു വേദന? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ കുറച്ചു ദിവസം ഇവിടെ മനസമാധാനമായിട്ട് കഴിഞ്ഞോട്ടെ, നീ ഒന്ന് പോയേ. എടാ നിന്റെ കാര്യങ്ങൾ നോക്കാൻ പ്ലീസ്. എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം. എന്നാലും നിന്നോട് പോകാനാ പറഞ്ഞത്. വിജയ പോടാ. എന്താ ഇവിടെ ഒച്ച വയ്ക്കുന്നത്? ஆஹா போச்சு. அவரு பாக்குறாரு, ஐயோ இவன் கரெக்ட் பண்றானோ. സുഖം തോന്നുന്നുണ്ടെങ്കിൽ പോകാട്ടോ. ഞാനും അത് തന്നെ പറയായിരുന്നു. ഞാൻ പേഷ്യന്റിന്റെ ഫ്രണ്ടാണ്, ഡിയറസ്റ്റ് ഫ്രണ്ടാണ് രാംദാസ്. ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ സിസ്റ്ററിന്റെ നാട് എവിടെയാണ്? നിനക്ക് എവിടെയോ അത്യാവശ്യമായിട്ട് പോകാനുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്ത് അത്യാവശ്യം? സിസ്റ്റർ അമേരിക്കയിൽ വന്നിട്ട് എത്ര നാളായി? നിനക്ക് ഒരാളെ കാണാൻ എന്നോട് പറഞ്ഞില്ലേ? അയാളെ പിന്നെ കണ്ടൂടെ? സിസ്റ്റർ എന്നോട് പോകാനാ പറഞ്ഞത്. ഞാൻ പോയിട്ട് പിന്നെ എപ്പോഴാ വരേണ്ടത്? നീ ഇങ്ങോട്ട് വരികയും വേണ്ട, എനിക്ക് നിന്നെ കാണും വേണ്ട. എന്താ ഇത്? പോടാ. கிரீடம் அப்புறம் தான் இந்த படம். இவங்க 2 பேரும் அதுக்கப்புறம் தான். മിസ്റ്റർ വിജയന്റെ ഫ്രണ്ട് അല്ലേ അത്? വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. എന്നുവെച്ചാ വീട്, കുടുംബം, ഭാര്യ, കുട്ടികള് ഇങ്ങനെ ഒരു വിചാരമില്ലാതെ നടക്കുന്നവനാ. ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടോ? ஐயோ പക്ഷെ കണ്ട അത്രയും പ്രായം തോന്നില്ലല്ലോ. കൊള്ളാം. മൂത്ത മകള് SLC തോറ്റ് നിക്കുക. അപ്പോഴേ പോയിട്ട് എപ്പോഴാ വരിക? എന്തേ? ഒന്നുമില്ല. ബർത്ത്ഡേ 23-നാന്നല്ലേ പറഞ്ഞത്? ആ, നല്ല ഓർമ്മശക്തിയാണല്ലോ. எங்க லொகேஷன் கேக்கல வீடு. நம்ம லவ் மூடுக்கு போயாச்சு. முகேஷ் வருவாங்க அங்க. Paul Barber Yes. back Asian Here. man, கிளைமேக்ஸ் அங்கதானோ. Indian. Yes. Are you crazy? Madam, it is something very important, Madam. Paul Barber. I don't know any barbers. Why don't you go hunt some barber shop? Get lost. അവരെന്തിനാ ചൂടായത്? എന്ത് ചെയ്യാനാ സിസ്റ്ററെ, ഒരുപാട് സഹിക്കുകയും പൊറുക്കുകയൊക്കെ വേണം. എന്റെ ജോലി എങ്ങനെ ആയി പോയില്ലേ? മനസ്സിലായില്ല. ചിലപ്പോ വെടി, ചിലപ്പോ ഇടി. 24 മണിക്കൂറും ഡ്യൂട്ടി. സിസ്റ്റർക്ക് എന്നെ സഹായിക്കാൻ പറ്റും. എനിക്കൊന്നും പിടികിട്ടുന്നില്ല. മുതുകിന് താഴെ ഒരു മുറിവുമായി ആഴ്ചകൾക്ക് മുൻപ് ഒരു മലയാളി ഇവിടെ ചികിത്സിക്കാൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയണം. എന്താ കാര്യം? സിസ്റ്റർ രഹസ്യങ്ങൾ പുറത്തുവിടുന്ന ടൈപ്പ് അല്ല എന്ന് എനിക്ക് തോന്നുന്നുകൊണ്ട് ഞാൻ പറയാണ്. ഒരു രാഷ്ട്രത്തിന്റെ രഹസ്യമാണ് ഞാൻ പുറത്തുവിടാൻ പോകുന്നതെന്ന് ഓർക്കണം. അയ്യോ, അത്രയും വലിയ രഹസ്യമൊന്നും താങ്ങാനുള്ള കെൽപ്പ് എനിക്കില്ല. താങ്ങേ പറ്റൂ. കാരണം സിസ്റ്ററുടെ സഹകരണം എനിക്ക് ആവശ്യമാണ്. ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്ന വലിയൊരു CID ആണ്. CID രാംദാസ്. അപ്പോ ഇന്ത്യയിലുള്ള CID-കൾ കൂട്ടത്തോടെ അമേരിക്കയിലേക്ക് പോന്നിരിക്കുകയാണോ? കൂട്ടത്തോടെയോ? അതെ, നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, മൂപ്പര് പറഞ്ഞത് പുള്ളിയും CID ആണെന്നാ. ഓഹോ, അവൻ അങ്ങനെ இப்ப പറഞ്ഞോ? ப்ரீ എന്താ? ஃபர்ஸ்ட் கிளாஸ். അല്ല, അതിപ്പോ പറഞ്ഞു തുടങ്ങിയാൽ വളരെ വളരെ പറയേണ്ടി വരും. കേക്കാം, എനിക്ക് വലിയ ധൃതിയൊന്നുമില്ല. വേണ്ട സിസ്റ്റർ, അവൻ സിസ്റ്ററിനോട് അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ സത്യം തുറന്ന് പറയുന്നത് ശരിയല്ല. എന്തൊക്കെയായാലും അവൻ എന്റെ ഒരു ഫ്രണ്ട് അല്ലേ? കേസ് അന്വേഷണത്തിന് ഡിപ്പാർട്ട്മെന്റ് എന്നെ മാത്രമായിട്ടാണ് ഇങ്ങോട്ട് അയച്ചത്. ഉള്ളത് പറയണമല്ലോ, അവനും അവിടെ ചെറിയൊരു ജോലിക്കാരനാണ്. ഞാൻ അമേരിക്കയിൽ വരുന്നു എന്ന് അറിഞ്ഞത് മുതൽ അവൻ എന്റെ കാല് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ എന്റെ ചില്ലറ സഹായത്തിനൊക്കെ ആയിട്ട് അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അത് ശരി. പക്ഷേ അവൻ ഇവിടെ കിടപ്പിലായതോടുകൂടി എന്റെ കഞ്ഞുകൂടി മുട്ടി എന്ന് പറഞ്ഞാൽ മതി. എന്തുപറ്റി? ഭക്ഷണം ഉണ്ടാക്കാൻ ആളില്ലാതായി. കുറ്റം പറയരുതല്ലോ. ചോറാകട്ടെ, കറിയാകട്ടെ, അല്ലെങ്കിൽ കഞ്ഞിയാകട്ടെ, പയറാകട്ടെ, അവൻ എന്തുണ്ടാക്കിയാലും നല്ല രുചിയാ. ഞാനിതൊന്നും ശീലിച്ചിട്ടില്ല, അതാ ഇപ്പൊ കുടുങ്ങിയത്. ഭക്ഷണം ഉണ്ടാക്കാനും സഹായത്തിനൊക്കെ ആയിരുന്നെങ്കിൽ ഭാര്യയെ കൂടി കൊണ്ടുവരാറുന്നല്ലേ? ആരുടെ ഭാര്യ? വല്ലവരുടെയും ഭാര്യമാരെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്റെ ഭാര്യയോ? ഞാനേ കല്യാണം കഴിച്ചിട്ടില്ല. എനിക്കങ്ങനെ വലിയ പ്രായമൊന്നുമില്ല. ഐ ആം എ ബാച്ചിലർ. ചുമ്മാ. അയ്യോ, Become first class. അപ്പോ SSLC-ക്ക് പഠിക്കുന്ന ഒരു മകളില്ലേ നിങ്ങൾക്ക്? സിസ്റ്റർ എന്തൊക്കെയായി പറയുന്നത്? ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞതാ. എന്താ മകളുടെ പേര്? മകളുടെ പേര് വിശാലാക്ഷി, ഭാര്യയുടെ പേര് കമലാക്ഷി. മണ്ടം കേട്ട ആ മൂഷികൻ സിസ്റ്ററിനോട് എന്തിനിങ്ങനെയൊക്കെ പറഞ്ഞു? ഒരുപക്ഷെ മനുഷ്യന് വേദന കൂടുമ്പോ സമനില തെറ്റുമായിരിക്കും. സത്യമായിട്ടും സിസ്റ്ററെ ഞാൻ കെട്ടിയിട്ടില്ല. 1960-ലാണ് ഞാൻ ജനിച്ചത്. അപ്പൊ എന്റെ വയസ്സ് കൂട്ടിക്കൊള്ളൂ. ഐ ആം BCom ഫസ്റ്റ് ക്ലാസ്, യു നോ, ആൻഡ് ഹി ഈസ് ഓൺലി പ്രീ ഡിഗ്രി. പിന്നെ അയാൾ എന്തിനാ അങ്ങനെ പറഞ്ഞു?
അത് ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്. സിസ്റ്റർ ഇവിടെ എവിടാ താമസിക്കുന്നത്? എന്റെ പേര് ആ. സേതുലക്ഷ്മി എന്നാ. ഈ സേതുലക്ഷ്മി എന്ന് പേരുള്ളവര് അവരുടെ താമസ സ്ഥലം പറയാൻ പാടില്ല എന്നുണ്ടോ? അല്ല, സിസ്റ്റർ സിസ്റ്റർ എന്നുള്ള ഈ വിളി കുറയ്ക്കാന്ന് പറയായിരുന്നു. ഓ അങ്ങനെ. അപ്പോ സേതുലക്ഷ്മി കുട്ടി അല്ലേ? சேதுலட்சுமி குட்டி. இவர் பார்வதி கிட்ட சிஐடி ராமதாஸ் விஜயன் பத்தி பேசினா அவங்களுக்கு ராமதாஸ் யாருன்னு தெரியும். பேர் சொல்லிட்டாரு அவரு. പോയി വരച്ചോ. 2 മുഴം കയർ കിട്ടുമോ നോക്ക്. കയറെന്തിന്? തൂങ്ങിച്ചാവാൻ. വിഷം മേടിക്കാൻ കാശില്ലല്ലോ. എന്റെ നിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്ന്. ഫ്രീസ് ചെയ്യാനോ? ஐயோ. നമ്മള് കാരണമാണ് തല്ലുകൊണ്ടെന്ന് പറഞ്ഞ് റെസ്റ്റോറന്റ് ഓണർ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തിരിക്കുക. ஓ அவர் போட்டார் போல. നമുക്ക് കാശ് എടുക്കാനൊക്കെയല്ല. നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് കോടതി വിധിയെങ്കിൽ നമ്മുടെ കാശ് എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. ഭഗവാനെ, അപ്പോ ഇതാണ് സോഷ്യൽ സർക്കംസ്റ്റൻസസ്. ഒരു വ്യക്തി അവന്റെ ചുറ്റുപാടുകൾ പ്രഷറൈസ് ചെയ്തു ഉണ്ണാനും ഉടുക്കാനും ഇല്ലാതെ വരുമ്പോഴാണ് ഒരു വ്യക്തി ആന്റി സോഷ്യൽ എലമെന്റ് ആയി മാറുന്നു. ഇനി എത്ര തെണ്ടിയാലാണ് ഒരു കൂലിപ്പണിയെങ്കിലും കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. പണി കിട്ടുന്നവരെ നമ്മുടെ ജീവനെ പൊക്കി പിടിച്ചു നിർത്താൻ എന്താണ് ഒരു വഴി? നേരായിട്ടുള്ള ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. ആത്മഹത്യ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. നിനക്കറിയാലോ, ഈ രാജ്യം വളരെ വളരെ സമ്പന്നമാണ്. അതിന് എന്നാൽ പണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്നതും ഇവിടെ തന്നെയാണ്. ക്രിമിനൽസിന് കുറെ കൂടി സംരക്ഷണം ഉണ്ടാകും. നീ പറയുന്നതൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല. എടാ, പിടിച്ചു പറയും മോഷണമല്ലാതെ വേറെ മാർഗമില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അയ്യോ, അതേടാ, ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ കൗണ്ടർ. ரொம்ப விரக்தியில போயிட்டாரு அவரு. ஆமா, எதுவுமே பண்ணாததுக்கு அவர் போட்டு அடி வாங்கிட்டு இருக்காரு. அக்கௌண்ட்டையும் பிளாக் பண்ணிட்டாங்க. மணியன் பிள்ளவா? யார் இந்த மாதிரி சொன்னவங்க? சும்மா வந்தாலே அவன் நம்மளால கண்டுபிடிக்க முடியல. அதான். May I help you? I need a room. How many days you're going to stay with us? It depends. 1 day, 2 days, 1 week. Somehow I have to finish my work here. Okay, okay. Yeah. Your good name, sir? Krishnan. No. Akira Kurosawa. Akira Akira Kurosawa. Kurosawa. Yeah. Your nationality, sir? Nationality Filipino. Filipino? Yeah. Oh, you're from Philippines? Ah. Okay. Purpose of visit? Killing. Killing. What? Killing the mosquitoes. Mosquito. I want to kill all the mosquitoes in the world. I am here to do a research on the subject mosquito killing. That's fine. Yeah. Your room will be 213. Thank you. You're welcome. இவங்க இங்க வராங்க. സുരേന്ദ്രൻ. பார்பரோட ஆளா இருக்குமோ இவங்கள போட்டு சிஐடியை போட்டு தள்ளுறதுக்கு. രണ്ടിലൊന്നും തീരുമാനിക്കും. இருக்கலாம். മോഷണം വേണോ പട്ടിണി വേണോ? എന്നാ വാ. ஓ, இவரு அந்த போலீஸ் ஆபீசர். போலீஸ் அந்த ரெஸ்டாரண்ட் ஓனர் அவரா? இல்ல, அங்க போலீஸ் ஆபீசர் இந்தியால இருந்து இவங்களை கொண்டு ஆமா 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 ஆமா. നഷ്ടപ്പെടാൻ നമുക്കൊന്നും ഇല്ലേ? നീ വാ. ஆமா அவர் இருந்தது நான் பாம்பேவே காஷ்மீரே போயிட்டேன்னு சொல்றேன்னு சொல்லி சொன்னாருல்ல. இவங்க கெட்டப்ப திருடி போறாங்கப்பா. ചേടാ. ഓടി ഓടിക്കോ. அதுலதான் ஒரு மீச தாடி ட்ரெஸ் எல்லாம் இருக்கு. பட் அதை வச்சு இவங்க என்ன பண்ண முடியும்? அவங்க காசு இருக்கு நினைச்சு ஓடுறாங்கப்பா. லுங்கியோட வந்துட்டு இருக்காரு. Hey, stop there. Come here. என்ன காஸ்டியூம் இதுன்னு கேட்கறாரு. Who are you? I am staying in 213. No. Yes. No. ஆமா, மாறு வச்ச கலைஞ்சு போச்சு. 213. With long hair and a big mustache. ഞാൻ തന്നെയാണ് ഇവരെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? That is me. No, that's not you. Go away, man. I want to go to my room. Security, throw this man. ஐயோ. It's dangerous and tricky. Come on, man. Get out. I am staying here. No, you're not. காஸ்டியூம் வேற மாத்திட்டாரா? Hey, leave me and my money. My bag. போச்சு ஒரு தெருவுல. ஓகே, 1 2 3 குரூப் இப்ப வெளியில இருக்கு. பால் பார்பர், போலீஸ், ஃபேக் சிஐடி, பார்வதி. சிவதாஸ் பார்த்தா கண்டுபிடிக்கலாம். இங்கதான் இருக்காங்க. கும்பிட போனது குறுக்க வந்த மாதிரி என்ன எடுத்து போட்டுட்டு இருக்காரு. உங்களோட தான் அது. அதான் செக் பண்றாரு. மிஸ்ஸே வந்துருச்சு. അയ്യേ, ഇതിനകത്ത് ഈ മുടിയും മീശയും പിന്നെ അണ്ടർവെയർ മാത്രമേ ഉള്ളൂ. ദരിദ്രവാസി. ഈശ്വര, ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയല്ലോ. എടുത്ത് കള അയാളുടെ കൂടെ ചെട്ടി. எனக்கு தெரிஞ்சு 3 பேர் ஒன்னாயிடுவாங்கப்பா. இருக்கலாம். ஏன்னா இவங்களும் சிஐடிஸ் தேடிட்டு இருக்காங்க. அவரும் சிஐடிஸ் கொள்ளதான் வந்திருக்காரு. ഒരൊറ്റ ഡോളർ ഇല്ല, പിന്നെ എങ്ങനെ ഈ അലവിലാതി 5 സ്റ്റാർ ഹോട്ടലിൽ കയറി താമസിക്കുന്നത്? ഹലോ ഭാവി എല്ലിനടം പാതാളം. നിനക്ക് 7:30 ശനിയാണെന്നുള്ള കാര്യം ഉറപ്പായേ? ദേ, ഇതുണ്ടോ? എന്തോ? KP தாசன் കൃഷ്ണൻ விஜயன் இருக்கு. IPS, കമ്മീഷണർ ഓഫ് പോലീസ് മദ്രാസ്. നായർ മലയാളി. ചുമ്മാ നല്ല പെട്ടിക്കകത്ത് $1 പോലും ഇല്ലാഞ്ഞു. അലവലാത്. ഇയാളെന്തിനും മീശയും വെക്കും പെട്ടിയിലിട്ട് നടക്കുന്നത്? ചിലപ്പോ വല്ല വിഗ് കച്ചവടക്കാരനും ആയിരിക്കും. കസ്റ്റമേഴ്സിന് സാമ്പിൾ കാണിക്കാൻ താമസിക്കായിരിക്കും. ഛെ, പോടാ. IPS കാരൻ ബിഗ് കച്ചവടത്തിന് ഇറങ്ങേണ്ട ആവശ്യം?
യവന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ലായിരിക്കും. യവന്റെ ഭാര്യ ധാരാളിയായിരിക്കും. അവർക്ക് സാരി വാങ്ങിക്കാനും ക്ലബിൽ പോകാനും ചെറുപ്പക്കാരുമായിട്ട് കെട്ടിമറിയാനും യവന്റെ ശമ്പളം തികയുന്നില്ലായിരിക്കും. ചെറുപ്പക്കാരുടെ കൂടെ കെട്ടിമറിഞ്ഞ അമ്മൂമ്മയുടെ അടിക്കേണ്ട ആവശ്യമില്ല. എടാ, കള്ളന്മാരെയും റൗഡികളെ ഇടിച്ചു നിരത്താനേ ട്രെയിനിങ് എടുത്തിട്ടുള്ളവനാ ഞാന്. എടാ, തമിഴ്നാട് വിറപ്പിച്ച കോടമ്പക്കം പൊന്നിച്ചാമിയെ ഒറ്റയടിക്ക് പപ്പടമാക്കിട്ട് മെഡൽ വാങ്ങിച്ചിട്ടുള്ളവനെ. ആയിരക്കണക്കിന് കോടമ്പക്കം പൊന്നിച്ചാമിയെ? മോട്ടിച്ചാ അറിയിരിക്ക. നിന്നെ പോലുള്ള ചെറ്റ മലയാളികൾ കാരണം മാന്യന്മാർക്ക് വിദേശത്ത് തലയുയർത്തി നടക്കാൻ വയ്യ. അയ്യോ കൊല്ലല്ലേ സാറേ. സാറേ ഞങ്ങൾ കള്ളന്മാരല്ല. ഒത്തിരി ഒത്തിരി പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് വന്ന് കഠിനാധ്വാനം ചെയ്ത് അന്തസ്സായിട്ട് ജീവിച്ചവരാ. ഒരു ഇടമില്ല, ഒരു കാലി ചായ കുടിക്കാൻ പാങ്ങില്ല. സാറ് പറഞ്ഞത് നേരാ, മലയാളികളുടെ കൂട്ടത്തിൽ ചെറ്റകളുമുണ്ട്. അങ്ങനെയുള്ള 2 ചെറ്റകൾ കാരണമാണ് ഞങ്ങൾ മര്യാദയ്ക്ക് റോഡിൽ കൂടെ നടന്നു പോകുമ്പോ ഒരു കാർ വന്ന് മുമ്പിൽ നിൽക്കുക, ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് പിടിച്ചിട്ടുണ്ട് പോവുക. പിന്നെ തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പൊട്ടുന്ന കണക്ക് തകർപ്പൻ ഇടിയ. ഹൂ ഈസ് രാംദാസ്, ഹൂ ഈസ് വിജയൻ, ഹൂ ഈസ് അവന്റെ അമ്മയുടെ സിഐഡി അങ്ങനെ കുറെ ചോദ്യങ്ങളാ. ഞങ്ങൾ എന്ത് പിഴച്ചു? സിനിമയിലല്ല, ജീവിതത്തിൽ ഞങ്ങൾ ഒരു സിഐഡിയെ കണ്ടിട്ടില്ല. അവർക്ക് പുരിഞ്ഞിരോ? എന്ത് ചെയ്യും? രാംദാസ് ആൻഡ് വിജയൻ. അതെ സാറേ, സായിപ്പുമാര് പറയുന്നത് ഞങ്ങൾ CID രാമദാസൻ CID വിജയനുമാണെന്നാണ്. CID രാംദാസ് ആൻഡ് വിജയൻ. സാറിന് അവന്മാരെ അറിയാമോ? അറിയാമെന്നോ? കൊള്ളാം. എന്റെ ജീവിതം തകർത്ത് അവരെ അറിയാമെന്നോ? എന്റെ ജോലി കളിച്ച അവന്മാരെ ഞാനല്ല, പിന്നെ ആരാ അറിയുന്നത്? കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സത്യം പറയാമല്ലോ. ഭാരത സർക്കാരിന്റെ 5 ലക്ഷം രൂപ തൊലച്ചു കളഞ്ഞ എംബോക്കുകളെ കൊന്നു കൊലവിളിക്കാനായിട്ടാ ഈ വിഗ്ഗും മീശയൊക്കെ ഞാൻ അമേരിക്ക വന്നത്. ഓ, അപ്പൊ നമ്മൾ 2 തോണി സഞ്ചരിക്കേണ്ടവരല്ല അല്ലേ? ശരിക്കും പറഞ്ഞ ഈ സമാഗം ഒരുക്കി തന്നത് ദൈവം തന്നെ. സംശയമില്ല. ഇനി എനിക്കറിയേണ്ടത് ഒന്നേ ഉള്ളൂ, ആ 2 അവന്മാരെയും കൊല്ലാൻ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുവോ? അയ്യോ സാറേ, ആ ദ്രോഹികളെ ചുമ്മാ കാണിച്ചെന്നാ മതി, ബാക്കി ഞങ്ങൾ ഏറ്റ്. Okay. Listen. Number 1, we have to plan a detailed operation. And number 2, I will tell you later. முதல்ல விக்கு பொறுக்கிட்டு போங்க சார். இப்ப இந்த 3 பேர் அகைன்ஸ்ட் ஷர்ட். Hey man, stay there. What is this? I am the Filipino staying in 2 and 3. You idiot! You think we're fools trying to fool us with a silly makeup and dress? How can I make you understand that I am the same man staying in the same 2 and 3 in the same hotel? Hold him. I'll call the police. He's a criminal. Hold him! Hold him! அட்லீஸ்ட் காஸ்டியூம் மேட்ச் மாத்தி இருப்பாருங்களா? എന്നാൽ ഈ വീട് കണ്ടുപിടിച്ചത് അതിശയം തന്നെ. ഞാൻ എന്റെ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി അങ്ങനെ ഇങ്ങനെ ഇതുവഴി വന്നപ്പോ എന്താ ഇത്? ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, പായസം ഉണ്ടാക്കി. ഓ, ഇതുപോലെ 100 ജന്മദിനങ്ങൾ കൊണ്ടാടാൻ സർവേശൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. கேவ் பர்த்டே பார்ட்டி வந்துட்டாங்களா? எஸ். இப்ப அவங்களும் வரணுமா? ആഹാ, ഇതാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത്. നേര് இப்ப அவர் பார்த்து ஹார்ட் அட்டாக் வரப்போகுது. പറയാൻ പായസത്തിന്റെ അതേ രുചി, ഓ, അതിലും നന്നായിരിക്കുന്നു എന്ന് പറയാനും എനിക്ക് മടിയില്ല. ഉള്ള വേറെ ഏതോ സമ്മാനം തരട്ടെ? ഛെ, ഞാൻ അറിഞ്ഞില്ല. സമ്മാനൊന്നും വേണ്ട. ഒന്നും പറയണ്ട, ഇത് സ്വീകരിച്ചോ? അയ്യോ, അവരെ വേണ്ട. അല്ല, ഇന്ന് പിറന്നാളായിട്ട് എതിരൊന്നും പറയരുത്, ഒന്നും പറയരുത്. എന്റെ സ്നേഹോപഹാരമായിട്ട് നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. കാട്ടെ, ഹായ്. എടാ ദാസാ, அதான் மைண்ட் வாய்ஸ். அச்சச்சோ. ഇന്ന് ലീവാ. ഓഹോ, എനിക്ക് കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. അയ്യോ കൊള്ളാം. അപ്പൊ ഞാൻ അപ്പൊ ഞാനോ? ഇന്ന് ഒരു ദിവസമേ ഉള്ളൂ, അതുകൊണ്ടാ. അല്ല, എനിക്കും കുറച്ച് ജോലികളുണ്ട്. ഞാൻ പോയിട്ട് പിന്നെ വരാം. പായസം വളരെ നന്നായിട്ടുണ്ട്. பாயசம் அவரு கேட்டாருப்பா. പോട്ടെ. ശരി. അവന്റെ ബർത്ത്ഡേ ക്ഷണിച്ചിരുന്നു അല്ലേ? ആരാ അത്? ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് പോന്നോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അവൻ എന്തിനാ ബർത്ത്ഡേ ക്ഷണിച്ചത്? എന്തു പറ്റി? ഞാൻ ആരും ക്ഷണിച്ചില്ലല്ലോ. ഫ്രണ്ട് അവിചാരിതമായി വന്നതാ. എന്റെ ഫ്രണ്ട് ഒന്നും അല്ല അവൻ. എന്തിനാ ഇത്രയും നുണ പറയുന്നേ? മിസ്റ്റർ രാംദാസിന് ഭാര്യയും കുട്ടികളും ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവൻ വാച്ച് കെട്ടി തന്നപ്പോ എന്തുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞില്ല? അല്ല, എന്താ നിങ്ങളുടെ ഭാവം? എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി മറ്റൊരു അലവലാതിയുടെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോ? എനിക്കറിയാം, അവൻ കുട്ടിയെ വഴിതെറ്റിക്കാൻ നോക്കുകയാണ്. മിസ്റ്റർ, നിങ്ങളുടെ ഉദ്ദേശം എന്താ? എന്തടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്? അപ്പോ ആശുപത്രിയിൽ വെച്ച് പറഞ്ഞതൊക്കെ മറന്നോ? എന്തു പറഞ്ഞു? നിങ്ങളൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞത്.
ആ പറഞ്ഞത് ഈ വിധത്തിലാ എടുത്തത്? ഏത് വിധത്തിലാ പറഞ്ഞത്? ഇഷ്ടത്തിന് ഒരർത്ഥേ ഉള്ളോ? ഒരു സഹോദരനെ പോലെ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ. കാണാൻ കൊള്ളാത്ത ആണുങ്ങളെ സഹോദരന്മാരെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നത് പെണ്ണുങ്ങളുടെ ഒരു സ്ഥിര ഏർപ്പാടാണ്. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. போச்சு லவ் ஃபெயிலியர் ஆயிடுச்சு. എന്നോടിത് വേണ്ടായിരുന്നു. அவங்களுக்கே பர்த்டே. ஓகே அந்த பக்கம். Now listen. Number 1, നമുക്ക് അതിമാരകമായ ഒരു തോക്ക് വാങ്ങണം. ഒറ്റ വേടിക്ക് 2 എണ്ണവും ചാകണം. നടന്നു തന്നെ. നമ്പർ 2, നിങ്ങളുടെ കാറിൽ നിങ്ങൾ എന്നെ അവന്മാരുടെ വീട്ടിലെത്തിക്കണം. அது இவங்களோட காரில். പൊന്നു കുട്ടികളെ, ജീവിതം താറുമാറായിരിക്കുക. അവന്മാരെയും തട്ടി എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ നാട് പിടിക്കണം. കടയിൽ ചെന്ന് തോക്ക് വാങ്ങിച്ചതിന് ശേഷം ലൈസൻസ് എടുത്താൽ മതി. അതാ ഇവിടുത്തെ നിയമം. ലൈസൻസ് എടുക്കാതെ തന്നെ പണി പറ്റിക്കാമെന്നും വെച്ചോളൂ. പക്ഷെ നമ്പർ 1 നടക്കണമെങ്കിൽ കുറഞ്ഞത് 15,000 രൂപയെങ്കിലും കൈ വേണം. അയ്യോ, അതിനിപ്പോ രൂപ എവിടുന്ന? അപ്പൊ നമ്പർ 1 പൊളിഞ്ഞു, തോക്കില്ല. ഇനി അടുത്തത് പറ. വായിക്കാത്ത 1-2 സ്വർണ്ണപ്പല്ലുണ്ട്. അരപ്പവനോളം വരും. വിൽക്കാം. വല്ലതും നടക്കുവോ? അരപ്പവനുണ്ടെങ്കിൽ 2 ഏറെ അടക്കം വാങ്ങിക്കാം. അരപ്പവനുണ്ടല്ലോ എങ്കിൽ വല്ല ഗ്രനേഡോ കൈബോംബോ കിട്ടുമെന്നോ? അത് മതി. എന്നാ പല്ലിളക്കി കൈ വെച്ചിട്ട് കൂടെ വാ. ഞാൻ ഇളക്കാം. അണ്ടർവേഡിലൊന്നും തപ്പാം. എങ്കിൽ ആ പല്ലടിച്ച് ഇളക്കാമെന്ന്. പിന്നെ അവിടെ ഞാൻ ഇളക്കിക്കോളാം. വാ. தேங்க்யூ ஃபார் வாட்சிங் வித் அஸ். நம்ம அடுத்த பாட்டில் சந்திப்போம். Bye bye. Bye.